കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ഡിവൈഎഫ്ഐ നേതാവ്. സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാനുള്ള ഗസ്റ്റ് അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ JS ഷിജുഖാനെ നിയമിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് UGC ചട്ടപ്രകാരം VC നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് അംഗവും CPM അധ്യാപക സംഘടനാ അംഗവുമായ സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കി ഇതിനു പകരം മറ്റൊരു സിൻഡിക്കേറ്റ് അംഗമായ ഷിജുഖാനെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാനായി തീരുമാനിച്ചത്. യാതൊരു അധ്യാപന പരിചയമില്ലാത്ത ഒരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് തന്നെ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അവിടെയാണ് ഷിജുഖാൻ അധ്യക്ഷനായി ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാക്കിയത്. കൂടാതെ ഇടത് അധ്യാപക സംഘടനയിൽപ്പെട്ട ഏതാനും അധ്യാപകരെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായും നിശ്ചയിച്ചിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത പാർട്ടിക്കാരെ ചട്ടങ്ങൾ ലംഘിച്ച് അധ്യാപകരായി നിയമിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നത് പകൽ പോലെ വ്യക്തം. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്നും UGC വ്യവസ്ഥ പ്രകാരം കമ്മിറ്റി രൂപീകരിക്കാൻ VCക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. UGC നിബന്ധന പ്രകാരം VCയോ 10 വർഷം പ്രൊഫസർ പദവിയിലുള്ള VC ചുമതലപ്പെടുത്തുന്ന അധ്യാപകനോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ. സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസ്റ്റ് നിയമനങ്ങളിലും പാലിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ VCക്ക് പകരം PVC ആണ് ഇന്റർവ്യൂ ബോർഡിൽ അധ്യക്ഷനായത്. എന്നാൽ ഇപ്പോൾ PVC പദവി ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് VCയോ VC ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ ഇന്റർവ്യൂ ബോർഡ് അധ്യക്ഷനാകണം എന്നാണ് ചട്ടം. സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ ഈ രീതി പിന്തുടരുമ്പോഴാണ് അധ്യാപകരെ തഴഞ്ഞ് കേരള സർവകലാശാലയിൽ DYFI നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത് UGC വിലക്കിയിട്ടുമുണ്ട്. 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിജുഖാനെ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിലാണ് സർക്കാർ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് അപേക്ഷകരായുള്ളത്. നിയമിക്കപ്പെടുന്നവർക്ക് പുതിയ 4 വർഷ ബിരുദ കോഴ്സിന്റെ ബാച്ച് പൂർത്തിയാകുന്നതുവരെ തുടരാനാകും. ഗസ്റ്റ് അധ്യാപക പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻ പരിചയമായി കണക്കിലെടുക്കാനും ആവും. ഇപ്പോൾ 12 ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും 4 വർഷത്തിനുള്ളിൽ 50ഓളം പേരെ നിയമിക്കേണ്ടി വരും. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതുതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്കായതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് DYFI നേതാവിനെ തന്നെ ചെയർമാനായി നിയമിച്ചതിന് പിന്നിലെന്ന് അറിയുന്നു.